السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كتب عليكم القتال وهو كره لكم وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. ഏറെ സ്നേഹം നിറഞ്ഞ കണ്ണൂർ ജില്ലാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച് വരുന്ന ജനകീയ വിചാരണയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പരിസര നിവാസികളെ, ലിബറലിസം സർവനാശം എന്ന ഒരു ടൈറ്റിൽ എടുത്തുകൊണ്ട് വിസ്ഡം യൂത്ത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും ഇത്തരമൊരു വിഷയം പ്രമേയമാക്കിക്കൊണ്ട് ചർച്ചകൾ നടത്തുമ്പോൾ പലപ്പോഴും ഈ വിഷയത്തിൻ്റെ ഒരു ആഴമോ ഓളമോ മനസ്സിലാക്കാൻ സാധാരണ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നത് ഒരു പ്രതിസന്ധിയാണ്. ഒരുപക്ഷെ നമ്മുടെ എല്ലാം നിത്യജീവിതത്തിൽ നാം പലപ്പോഴായി പറയാറുള്ള പല പരാതികളുടെയും അടിസ്ഥാനം എന്താണ് എന്ന് പരിശോധിക്കലാണ് ഇതിനുള്ളൊരു പരിഹാരം. മനുഷ്യരാശി ഇന്ന് വരെ കടന്നു വന്ന ചരിത്രത്തിൽ ഇങ്ങോളം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വാദമില്ല. എന്നാൽ പ്രശ്നങ്ങൾക്ക് ഇത്രയധികം സാധുത നൽകുന്ന, അത് നിയമവൽക്കരിക്കാനുള്ള പ്രഘോഷണങ്ങൾ നടത്തുന്ന, അതിനുവേണ്ടി പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകൾ നടത്തുന്ന ഒരു കാലത്ത് മനുഷ്യൻ്റെ അടിസ്ഥാന ക്വാളിറ്റിയായ ലജ്ജയെ ഇല്ലാതാക്കുന്ന ഒരു പുതുതലമുറ ഇവിടെ വളർന്നു വരുമ്പോൾ ജനകീയ വിചാരണകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് എന്നതാണ് എനിക്ക് ആമുഖമായി പറഞ്ഞു വെക്കാനുള്ളത്. ജനകീയ വിചാരണ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്നും ആരംഭിച്ച് ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചു എന്ന സന്തോഷത്തിനപ്പുറത്തേക്ക് ഓരോ ജനകീയ വിചാരണ കഴിയുമ്പോഴും ഈ വിഷയത്തിൻ്റെ ആഴം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും ഇത് സമൂഹത്തിൽ ഏറെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുമുള്ള ആശങ്കയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രവർത്തകരെ ഇത്തരം പരിപാടികളിൽ കൂടുതൽ സംഘടിപ്പിക്കാനും അതിൽ സംവദിക്കാനുമെല്ലാം ആവേശം നൽകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സമയങ്ങളിൽ പങ്കുവെക്കാറുള്ള പല നിശ്വാസങ്ങളുണ്ട്. മക്കൾ സ്വന്തം ഉപദേശങ്ങൾ കേൾക്കാതാവുന്ന സന്ദർഭത്തിൽ എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെയെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ക്യാമ്പസ് ഇടങ്ങളിൽ അവർ പല പ്രശ്നങ്ങളിലും അകപ്പെടുമ്പോൾ, ലഹരിയിലും അവിഹിതമായ കൂട്ടുകെട്ടിലും അവർ ഉൾപ്പെടുമ്പോൾ നമ്മൾ അറിയാതെ പോലും നിശ്വാസമിടാറുണ്ട്, അവർക്ക് എവിടെ നിന്നാണ് ഇത് ലഭിക്കുന്നത് എന്ന്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ സമൂഹത്തെ നോക്കിക്കൊണ്ട് ആരും അറിയാതെ നമ്മുടെ എല്ലാം ചർച്ചകളിൽ നിശ്വാസമിടുന്ന ഈ ചോദ്യങ്ങൾക്ക് ഒരേ ഒരു ഉത്തരമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത് ലിബറലിസമാണ് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൻ്റെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുന്നത്. ലിബറലിസത്തിന് എന്താണ് പ്രശ്നം എന്ന ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത് ലിബറലിസമാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും ആധാരം എന്നാണ്. ഒരുപക്ഷെ പലപ്പോഴും പല ആളുകളും ചിന്തിക്കാറുള്ളത് മതം ലിബറലിസത്തെ ഭയന്നുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നാണ്. ശരിയാണ്, മതം ലിബറലിസത്തെ ഭയക്കുന്നുണ്ട്. അത് ഏതർത്ഥത്തിലാണ് ഭയക്കുന്നത്? അത് മതത്തെ ബാധിക്കുമെന്നതുകൊണ്ടല്ല, മറിച്ച് ഈ സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്ന, മനുഷ്യനിടപെടുന്ന എല്ലാ മേഖലയിലും ഉൾക്കൊള്ളുന്ന, എല്ലാ വിഷയങ്ങളെയും ബാധിക്കുന്ന ഒരു അപകടം എന്ന നിലക്കാണ് നമ്മൾ ഇതിനെ ഭയക്കുന്നത്. ഒരു കപ്പലിൻ്റെ കഥയുണ്ട്. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തൊരു കഥ. ഒരു കപ്പലിന് 2 തട്ടുകളുണ്ട്, മുകൾ തട്ടും അടിത്തട്ടും. അടിത്തട്ടിലെ ജനങ്ങൾ അവർക്ക് മുകൾ തട്ടിൽ ചെന്നുകൊണ്ട് വെള്ളം കോരാനുള്ള മടി കൊണ്ട് അടിത്തട്ടിൽ ദ്വാരമിട്ടപ്പോൾ മുകൾ തട്ടിലുള്ള ആളുകൾ അടിത്തട്ടിലുള്ള ആളുകളല്ലേ ദ്വാരമിട്ടത്, അത് അവരുടെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാൽ എന്താണ് ആ കപ്പലിന് സംഭവിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അതേ ചോദ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകാനുള്ള പ്രേരകം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിബറലിസം നമ്മിൽ നിന്നും കവർന്നെടുക്കുന്ന, നമ്മളിൽ നിന്നും നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയുണ്ട്. ഒരു യാത്രയിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ ഇടയിൽ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടാൽ ആ യാത്ര നമ്മൾ തുടരുകയോ ഇല്ലയോ?
അവിടെ നമുക്ക് ആ കുഞ്ഞിനെ തിരഞ്ഞ് കണ്ടുപിടിച്ചാൽ മാത്രമേ സ്വസ്ഥമായി ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആ കുഞ്ഞിനേക്കാൾ മൂല്യവത്തായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ധാർമ്മികത എന്ന അടിസ്ഥാന മൂല്യത്തെ നഷ്ടപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പുരോഗമനത്തിന് മേൽക്കുപ്പായം അണിഞ്ഞുകൊണ്ട് ലിബറലിസം ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് ഇത്തരം ആളുകൾ എത്താറുള്ളത് പുരോഗമനം എന്ന വാക്കുകൊണ്ടാണ്. മതം മുന്നോട്ട് വെക്കുന്ന ആദർശവും ആശയവും മുന്നിൽ വെക്കുന്ന ആളുകൾ 6-ാം നൂറ്റാണ്ടിലെയും പ്രാകൃതരായും മാറുന്ന സന്ദർഭത്തിൽ ഇവിടെ പുതുതലമുറ എന്നത് പുരോഗമനത്തിൻ്റെ ആളുകളാണ് എന്നും പുരോഗമനം ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ് മതമെന്നുമെല്ലാമാണ് ഇത്തരം ആളുകൾ വാദിക്കാറുള്ളത്. അതേ സമയത്ത് തന്നെ ഇത്തരം ആളുകൾ ചരിത്രത്തിന് എന്ത് സംഭാവന ചെയ്തു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നാം പലപ്പോഴും വ്യത്യസ്തമായ സംസാരങ്ങൾ കേട്ടിട്ടുള്ളതാണ് സെക്ഷൽ റവല്യൂഷൻ എന്നത്. ഏകദേശം ഒരു 50-60 വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്യൻ പരിസരങ്ങളിൽ ഏറെ പ്രകമ്പനം കൊള്ളിച്ച ഒരു വിപ്ലവമായിരുന്നു അത്. എന്താണ് സെക്ഷൽ റവല്യൂഷൻ എന്നത് ഇൻഷാ അല്ലാഹ് ഇവിടെ തുടർന്നുള്ള സംസാരത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നുണ്ട്. എന്തായാലും ഇത്തരം ആളുകൾ പ്രധാനമായും മുന്നോട്ട് വെക്കാറുള്ളത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ്. മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം. ഞങ്ങൾ ഹ്യൂമാനിറ്റിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. മതം എന്നത് മനുഷ്യരെ വർഗീയമായി വിഭജിക്കുന്ന ഒന്നാണ് എന്നും ഞങ്ങളെല്ലാം മാനവികതയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് എന്നെല്ലാമാണ് ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കാറുള്ള വാദം. നമുക്ക് അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ ലിബറലിസം എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ എത്തുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരു പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് ലിബറലിസ്റ്റുകളാണ് എന്ന് പറഞ്ഞ് ആരും വരാറില്ല. നിരീശ്വരവാദികൾ ഞാൻ നിരീശ്വര വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് വരാറുണ്ട്. ഒരു മതം വിശ്വസിക്കുന്ന ആൾ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നും ഞാൻ ഹിന്ദുവാണ് എന്നും ഞാൻ മുസ്ലിമാണ് എന്നും പറഞ്ഞ് വരാറുണ്ട്. എന്നാൽ ലിബറലിസം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ നാം പോലും അറിയാതെ കവർന്നെടുക്കുന്ന രീതിയിലാണ് നമ്മുടെ അടുക്കിലേക്ക് എത്തുക. നമ്മൾ പലപ്പോഴും പറയാറുള്ള ഉദാഹരണം ഒരു കടുവയുടെയും കൊതുകിൻ്റെയും ഉദാഹരണമാണ്. കടുവ എന്നത് നമുക്ക് അക്രമകാരിയാണെന്ന് തിരിച്ചറിയുന്ന ഒന്നാണ്. എന്നാൽ കൊതുകി എന്നത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നാം പോലും അറിയാതെ നമ്മളെ കുത്തി നോവിക്കും. പക്ഷെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഒരു വർഷം കടുവയുടെ അക്രമം മൂലം മരണപ്പെട്ട ആളുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ ഇരട്ടി വരുന്ന കണക്കുകൾ കൊതുകിൻ്റെ അക്രമം മൂലം മരിച്ച കണക്കുകൾ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇടയിൽ തന്നെ ലിബറലിസം ഇവിടെ വർത്തിക്കുന്നുണ്ട് എന്നാണ്. പലപ്പോഴും നമ്മുടെ പുതുതലമുറ ഇന്ന് ക്യാമ്പസുകളിൽ ഇടപെടുമ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ 2 കാര്യങ്ങൾ എനിക്ക് ആമുഖമായി പറയാനുണ്ട്. ഒന്ന്, നിങ്ങളുടെ എല്ലാ മക്കൾ പങ്കെടുക്കുന്ന വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക്, ഒരു സംഘടനയുടെ സംഘാടകൻ എന്ന നിലക്ക് അവരുടെ ഫീഡ്ബാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നൊരു വസ്തുതയുണ്ട്. രണ്ടാമത്തേത്, നമ്മുടെ മക്കളെല്ലാം വിരാജിക്കുന്ന ക്യാമ്പസ് ഇടങ്ങളിൽ നിരന്തരം ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലക്ക്, അവരെ നിരന്തരം അറിയുന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്. പലപ്പോഴും ഇന്ന് നമ്മുടെ ക്യാമ്പസ് പരിസരങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ചില വാദഗതികളാണ് മൈ ബോഡി മൈ റൈറ്റ്, അതല്ലെങ്കിൽ ഫ്രീഡം, ഇക്വാലിറ്റി, മൈ ചോയ്സ് എന്നെല്ലാം. സമത്വത്തെക്കുറിച്ച് പറയുന്ന, അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന, എൻ്റെ ശരീരം എന്നത് എൻ്റെ അവകാശമാണ് എന്ന് പറയുന്ന, സുന്ദരമായ സ്വാതന്ത്ര്യ ലോകത്തെക്കുറിച്ച് പറയുന്ന പുതിയ ആപ്തവാക്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം? ഇത് കേവലം ഒരു സ്വാതന്ത്ര്യവാദമോ അതല്ലെങ്കിൽ ഒരു സമത്വത്തിന് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം ആശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാറുള്ളത് ചില വ്യക്തിത്വങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ട ചില വിഭാഗങ്ങളാണ് എത്തിയിസ്റ്റുകൾ എന്നുള്ളത്. ലിബറലിസത്തെക്കുറിച്ച് പറയുമ്പോൾ നിരീശ്വര വിശ്വാസികളെ കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പുതിയ കാലത്ത് സർവമത സത്യവാദം എന്ന് പറഞ്ഞ് എല്ലാ മതങ്ങളും ശരിയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ചില ആളുകളുണ്ട്. അപ്പുറത്ത് ഒരു മതവും വിശ്വസിക്കേണ്ടതില്ല എന്നും മതങ്ങളെല്ലാം പ്രാകൃതമാണ് എന്നും പറയുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നോട്ട് വെക്കാൻ യാതൊരു ധാർമ്മിക മൂല്യങ്ങളും ഇല്ല എന്ന് ഉറപ്പിക്കുമ്പോൾ തന്നെയും അവർ മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക മൂല്യമാണ് യഥാർത്ഥത്തിൽ മൈ ചോയ്സ് മൈ റൈറ്റ് എന്നത്. എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ധാർമ്മിക മൂല്യം. എനിക്ക് തിന്മയെന്ന് തോന്നുന്നത് ഒരു പക്ഷേ മറ്റുള്ള ഒരാൾക്ക് തിന്മയാണെന്ന് തോന്നണമെന്നില്ല. എനിക്ക് നന്മയാണെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് നന്മയാണെന്ന് തോന്നണമെന്നില്ല. അതുകൊണ്ട് നന്മയും തിന്മയും വ്യക്തികളുടെ അടിസ്ഥാനത്തിൽ നിർവചിക്കേണ്ടതാണ് എന്നാണ് ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കാറുള്ളത്. അവർ സംഭാവന ചെയ്താണ് യഥാർത്ഥത്തിൽ ജെൻഡർ തിയറി എന്നത്. ഒരുപക്ഷെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെയും ജെൻഡർ തിയറി എന്ന് നമ്മുടെ സംസാരത്തിൽ പറയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് അത് വിശദീകരിച്ച് കൊടുക്കണമെങ്കിൽ യൂറോപ്പിനെയും മറ്റ് സംഘടനകളെയും നമുക്ക് ഉദാഹരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം ഇവിടെ പ്രൈഡ് മാർച്ച് എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാം അയൽ ജില്ലകളിൽ മലപ്പുറത്തടക്കം പബ്ലിക്കിൽ നഗ്നമായ ശരീരവും അതല്ലെങ്കിൽ അത്തരം പോസ്റ്ററുകളും ഒട്ടിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്കിടയിൽ ഇത്തരം ആളുകൾ അവരുടെ അവകാശ പ്രഘോഷണങ്ങളാണ് എന്ന് പറഞ്ഞ് മാർച്ച് നടത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നത് നമ്മളെ ഭയപ്പെടുത്തേണ്ടതാണ്. ഇവിടെ ഫെമിനിസ്റ്റുകൾ വിരാജിക്കുന്നുണ്ട്. പലപ്പോഴും പറയാറുള്ളത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സ്ത്രീ സമത്വത്തിന് വേണ്ടിയുമാണ് ഇവർ വർത്തിക്കുന്നത് എന്നാണ്. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത എന്നത് ഇവിടെ മുതലാളിത്തം പണിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോഗ വസ്തു എന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക്
രണ്ട് ജെൻഡറുകളുണ്ട് എന്നും അവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ വ്യത്യസ്തമായ ഇടങ്ങളിൽ അവർക്ക് ചെലവഴിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കേണ്ട ആവശ്യകതയുണ്ട് എന്നതും ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവർ സ്ത്രീകൾക്കിടയിൽ സമത്വത്തെക്കുറിച്ചും അനീതിയെക്കുറിച്ചുമെല്ലാം വാചാലരായിക്കൊണ്ട് അത്തരം വാദഗതികളുമായി മുന്നോട്ട് വരാറുള്ളത്. ഇവിടെ ലിബറലിസം സ്വപ്നം കാണുന്ന ഒരു ലോകമുണ്ട്, ലിബറലിസം സ്വപ്നം കാണുന്ന ഒരു സ്വതന്ത്ര ലോകമുണ്ട്. ആ ലോകത്തെ ഭയക്കുന്നത് കൊണ്ടാണ്, ആ ലോകത്തെ ഇവിടെ തടുത്തു നിർത്തണം എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ലിബറലിസം സർവനാശമെന്ന് നാം പറയുന്നത്. നമ്മുടെ ഇടയിൽ പോലും ഇന്ന് നാം അറിയാതെ ഇത്തരം വാദഗതികളുമായി വ്യത്യസ്തമായ ആളുകൾ കടന്നെത്തുന്നുണ്ട്. സഹോദരങ്ങളെ, നാം എല്ലാം നമ്മുടെ വീട്ടിൽ, നമ്മുടെ കോലായിൽ പോലും വെക്കുന്ന ടിവികളിൽ കാണുന്ന പല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നമ്മുടെ മക്കൾ ഇന്ന് ഒറ്റയ്ക്കിരുന്ന് കാണുന്ന യൂട്യൂബുകളിലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പലപ്പോഴും അവർ കടന്നെത്താറുള്ളത് വാട്ട് ഈസ് ഇൻ മൈ ബാഗ്, വൺ ഡേ ഇൻ മൈ ലൈഫ് എന്നെല്ലാം പറഞ്ഞ് സ്വന്തം ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളെയും പൊതുമധ്യത്തിൽ തുറന്നിട്ടുകൊണ്ട് അതെല്ലാം പൊതുമധ്യത്തിൽ കാണിച്ചുകൊണ്ട് ലജ്ജ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ്. അത്തരത്തിലുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ വാചാലരാവുന്ന ചില ആളുകൾ ഇന്ന് നമ്മുടെ മക്കളുടെ ഫാൻസാണ്, അതല്ലെങ്കിൽ നമ്മുടെ മക്കൾ അവരുടെ ഫാൻസാണ്. അവരാണ് ഇന്ന് കേരളത്തെ ഭരിക്കേണ്ടത് എന്നെല്ലാം പറയുന്ന അത്രയും വേഗത്തിൽ അവരുടെ ഇൻഫ്ലുവൻസ്, അവരുടെ സ്വാധീനം നമ്മുടെ മക്കൾക്കിടയിൽ ഇന്ന് തരംഗമായി കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചില ക്ലിപ്പുകളിലൂടെ പോകേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ ചില ക്ലിപ്പുകളുണ്ട്. നാം എല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന, പലപ്പോഴും ഒരുപാട് ലോകസഞ്ചാര കഥകളെല്ലാം നമ്മുടെ ഇടയിലെല്ലാം സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്ന ചില ക്ലിപ്പുകൾ നമ്മൾ കാണേണ്ടതുണ്ട്. അദ്ദേഹം മതത്തെക്കുറിച്ച് പറയുന്ന ഒരു വർത്തമാനം നമുക്കൊന്ന് കേൾക്കാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച പ്രാകൃത ചിന്തകളെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടതാണെന്ന് ഇന്നും വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളെയും പൊട്ടന്മാരെയും സൃഷ്ടിക്കാതെ സാമാന്യബോധവും ശാസ്ത്രബോധമുള്ളവനെ സൃഷ്ടിക്കുക. ഇത്രയും വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും ഈ തലമുറയിലുള്ളവരും സോഷ്യൽ മീഡിയയിലൂടെ വിതർന്ന വിഷം എത്രയാണ്? മതം എന്ന് പറഞ്ഞ പൊട്ടത്തരത്തിൻ്റെ പേരിൽ. മതം എന്ന് പറഞ്ഞ സാധനം മുഴുവൻ പൊട്ടത്തരമാണെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത സമൂഹം ജീവിക്കുമ്പം അവിടെയൊക്കെ നിങ്ങൾക്ക് അധ്യാപകരാന്ന് പറഞ്ഞ് ജീവിക്കാൻ നാണമില്ലേ? നിങ്ങൾ എന്താണ് അവരെ പഠിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടത്? ഇത്തരത്തെ ഇവിടെ പിന്നെയും പ്രഘോഷിച്ചു കൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ്. വീണ്ടും വീണ്ടും അദ്ദേഹം അത് ആവർത്തിക്കുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം വാദഗതികളുമായി ഇത്തരം ആളുകൾ കടന്നു വരുന്നത്? ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് പോലും മതവിരോധം കുത്തി നടക്കാൻ കാരണമാവുന്നത് ഇത്തരം ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ മറ്റ് ഒരുപാട് കഥകൾക്കിടയിലൂടെ മതവിരുദ്ധത അല്ലെങ്കിൽ മതവിദ്വേഷം കുത്തിവെക്കുന്നതിലൂടെയാണ്. മതത്തെക്കുറിച്ചാണ് ചർച്ച. ഞാൻ ഫ്രാൻസിൽ സോർബോൺ സ്കൂൾ ഓഫ് ലോ എന്ന അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ച് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ലോകത്ത് ലോക നിയമങ്ങളെ പഠിക്കുന്ന ഇടങ്ങളിലെല്ലാം ഇസ്ലാമിക് ലോ എന്നത്, മതനിയമങ്ങൾ എന്നത് ഏറ്റവും അടിസ്ഥാനപരമായ മുഹമ്മദിയൻ ലോ എന്നത് അടിസ്ഥാനപരമായ നിയമങ്ങളായിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഇന്ത്യൻ ഭരണകൂടം മാത്രം നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഓരോ നിയമങ്ങളും കടന്നു വരുന്നത്, സാമൂഹികമായ എല്ലാ നിയമങ്ങളും നോംസും ലജ്ജയും എല്ലാം കടന്നു വരുന്നത്, ഈ ധാർമ്മികമായ മൂല്യങ്ങൾ കടന്നു വരുന്നത് ഈ മതത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ മതത്തെ പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞ്, മതം പൊട്ടത്തരമാണ് എന്നും മതത്തെ പിൻപറ്റുന്ന ആളുകളെല്ലാം മണ്ടന്മാരാണ് എന്നും പറയുന്ന ഇത്തരം ആളുകൾ വിചാരിക്കുന്നത് മതവാദികൾ എന്നാൽ പ്രാകൃതരായ 6-ാം നൂറ്റാണ്ടിൽ നിന്നും ബസ് കിട്ടാത്ത കുറെ ആളുകളാണ് എന്നും അവർക്ക് ശാസ്ത്രബോധമില്ല എന്നുമെല്ലാമാണ്. ചരിത്രത്തെക്കുറിച്ച് യാതൊരു വസ്തുതയും പഠിക്കാതെയാണ് ആ വർത്തമാനം പറയുന്നത് എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കും. കാരണം ഇന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്നതാണ്, ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഓരോ ഇടങ്ങളിലും മതം സംഭാവന ചെയ്ത സമൂഹത്തിന്റെ മൂല്യബോധങ്ങളിൽ, ധാർമ്മിക നിഷ്ഠയിൽ, ശാസ്ത്രബോധത്തിൽ, സാങ്കേതിക വളർച്ചയിൽ മതം സംഭാവന ചെയ്ത വ്യത്യസ്തമായ മേഖലകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ്. ഇനി അദ്ദേഹം ചരിത്രത്തെക്കുറിച്ച്, ഇന്നലകളെക്കുറിച്ച് ഒരു വർത്തമാനം പറയുന്നുണ്ട്. ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് കരുത്ത് തരും, നിങ്ങൾക്ക് ആത്മവിശ്വാസം തരും, പോയി കാര്യം നടത്തിയിട്ട് വരും. മനസ്സിലായില്ലേ? നിങ്ങൾ ആ പ്രാർത്ഥിച്ചുകൊണ്ടാണെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യും, അതിലൊരു തെറ്റുമില്ല. നിങ്ങൾക്ക് ആ കാര്യം നടന്നല്ലോ, ആ കാര്യം നടത്താൻ ആത്മീയത ആവശ്യമാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ മനസ്സിന് കരുത്ത് തരുന്ന എന്തും നിങ്ങൾക്കാവാം. അതിനപ്പുറം ഈ മറ്റുള്ളവരെയും എൻ്റെ ചിന്തയും എൻ്റെ മതവും അതിൽ പറഞ്ഞ കാര്യങ്ങളും മാത്രമാണ് ശരി. മതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ മനുഷ്യരാണെന്ന് ഓർക്കണം. അത് നമ്മുടെ അത്രയും പോലും ബുദ്ധി ഉറക്കാത്ത മനുഷ്യരായിരുന്നു ഇതെല്ലാം. 1500 കൊല്ലം മുമ്പ് വേണ്ടല്ലോ, ഒരു 75 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ഈ ശാസ്ത്രബോധം എത്ര ഉണ്ടെന്ന് ചിന്തിച്ച് ചോദിക്കേ. എന്താണ് 75 വർഷം മുൻപ് വരെയുള്ള ആളുകളും മണ്ടന്മാരായി, പൊട്ടന്മാരായി. ആരാണ് ഇപ്പോൾ ബുദ്ധിയുള്ള ആളുകൾ? പുതിയ കാലത്ത് സാങ്കേതിക വിദ്യയും ശാസ്ത്രവും ഒക്കെ വളർന്നു എന്ന് പറഞ്ഞ് പ്രഘോഷിക്കുന്ന
ഇന്നലകളെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഇത്തരം ആളുകൾ വളരെ പുരോഗമിച്ച അല്ലേ പുതിയ ആധുനിക മനുഷ്യരായി മാറുന്ന ഒരു സാഹചര്യം. ഇവിടെ മതം മാത്രമല്ല ഇവരുടെ കൂട്ടത്തിൽ പെടുന്നത്, ഇവർ ഇത്തരം ഇരയാക്കുന്നത്. മറിച്ചോ ഇന്നലകളിൽ ചരിത്രത്തിന് സംഭാവന ചെയ്ത എല്ലാ വ്യക്തിത്വങ്ങളെയും ഒരൊറ്റയടിക്ക് ഇല്ലാതാക്കുകയാണ്. ചരിത്രത്തിലുള്ള എല്ലാ ആളുകളും കഴിഞ്ഞ നൂറ്റാണ്ടിലും അതിനു മുൻപുമെല്ലാം കഴിഞ്ഞുപോയ ആളുകളൊന്നും അത്ര തന്നെ വികസിക്കാത്തവരാണ് എന്നും അന്നത്തെ ശാസ്ത്രബോധം എന്നത് എന്തായിരുന്നു എന്നെല്ലാമാണ് പറയുന്നത്. നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ശാസ്ത്രം എന്നത് 20-ാം നൂറ്റാണ്ടിലോ 21-ാം നൂറ്റാണ്ടിലോ പൊട്ടിമുളച്ച ഒന്നല്ല എന്നതാണ്. പലപ്പോഴും ഇത്തരം ആളുകൾ ശാസ്ത്രത്തിനെ കൂട്ടുപിടിച്ചാണ് ഇത്തരം വാദഗതികളുമായി മുന്നോട്ട് വരാറുള്ളത്. നാം മനസ്സിലാക്കേണ്ടത് ശാസ്ത്രത്തിന് വേണ്ടി അഗൈതവമായ സംഭാവനകൾ നൽകിയ മതത്തിന്റെ ആളുകളെ, മതം മുന്നോട്ട് വെച്ച അറിവിനെ സ്വീകരിക്കാൻ വേണ്ടി മതം മുന്നോട്ട് വെച്ച പാഠങ്ങളെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ത്യാഗോജ്വലമായ ജീവന ചരിത്രങ്ങൾ മുന്നോട്ട് വെച്ച ആളുകളെയെല്ലാം ഇന്നലകളിൽ ജീവിച്ച പൊട്ടന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് ആധുനിക മനുഷ്യരെന്നാണ് ഇത്തരം ആളുകൾ വാചാലരാകുന്നത് എന്നുള്ളതാണ്. ഇനിയോ അദ്ദേഹത്തിന് ഇതിന് പകരം വെക്കാനുള്ള ഒരു ആശയമുണ്ട്. എന്താണ് മതമില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ സാധിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രവാചകന്മാരുമായിട്ടൊക്കെ മാറുന്നത് ആ സമൂഹത്തിന്റെ തോന്നിയാസങ്ങളെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങളാണത്. തോന്നിയാസം ഇല്ലാത്ത സമൂഹത്തിൽ അതേ നിയമത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ രാഷ്ട്രം നിയമം കൊണ്ട് സമൂഹത്തെ നിയന്ത്രിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് അതിന്റെ ആവശ്യമില്ല. ഇന്നിപ്പോ കൊല്ലരുതെന്നൊരു ബൈബിളിൽ പറഞ്ഞിട്ട് വേണോ മനുഷ്യൻ കൊല്ലാതിരിക്കാൻ? കൊന്ന ഇവിടെ വിവരം അറിയും, അടുത്തത് ഈ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കും. അങ്ങനെ ഒരു ഭരണ സംവിധാനം ഇല്ലാത്ത കാലത്ത് മതം വേണമായിരുന്നു ഇത് പറഞ്ഞു കൊടുക്കാൻ. ഈ ഒരു ഡെമോക്രസിയെ അല്ലെങ്കിൽ ഭരണ സംവിധാനം എഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ മതത്തിന്റെ ആവശ്യമില്ലെന്നായി. അതാണ് ഈ ഫിൻലൻഡിലും സ്വീഡനിലും നോർവേയിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ സംഭവിക്കുന്നത്. സ്റ്റേറ്റ് എഫിഷ്യൻ്റ് ആയി മതത്തിന്റെ ആവശ്യം ഇത് നമ്മൾ ഓക്കെ. എന്താണ് സ്റ്റേറ്റ് എഫിഷ്യൻ്റ് ആയാൽ പിന്നെ മതത്തിന്റെ ആവശ്യമില്ല എന്നാണ് നമ്മൾ അക്കാദമികമായി ഇതിന് പറയാറുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നാണ്. ഭരണഘടനയെ മുന്നിൽ വെച്ചുകൊണ്ട് അതാണ് നന്മയും തിന്മയും വിഭജിക്കാനുള്ള ഒരു ആധാരം എന്ന് മുന്നോട്ട് വെക്കുന്ന ചില ആളുകളുണ്ട്. ഇവിടെ തിന്മയൊന്നും നടക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ കൊലപാതകം ഇല്ലാതാക്കാൻ ഭരണകൂടം നന്നായാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മനുഷ്യന്റെ ധാർമ്മികതയെ, ഒരു മനുഷ്യന്റെ പ്രൈവറ്റ് മാറ്റേഴ്സിനെ, ഒരാൾ സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകളെ, മൂല്യങ്ങളെയെല്ലാം ഉയർത്തിപ്പിടിക്കേണ്ട മതത്തെ പാടെ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹം ഉദാഹരിക്കുന്നത് ഫിൻലാൻഡിലേക്കാണ്. ഒരൊറ്റ കണക്ക് മാത്രം നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. നോർഡിക് പാരഡോക്സ് എന്ന് പറയും. ഫിൻലാൻഡിനെ കുറിച്ച് ഹാപ്പിയസ്റ്റ് കൺട്രി എന്നും സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അതീവ സന്തോഷത്തിലാണ് എന്നും പറയുമ്പോൾ ഒരു കണക്ക് മാത്രം പരിശോധിച്ച് അതിന് മറുപടി പറയാൻ ഇത്തരം ആളുകൾ തയ്യാറാവണമെന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ കണക്കുകളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഫിൻലാൻഡ്. ഡിപ്രഷന് വേണ്ടി ഏറ്റവും കൂടുതൽ പില്ലെടുക്കുന്ന, മരുന്നുകൾ എടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഫിൻലാൻഡ്. സ്ത്രീകൾക്കെതിരെ അട്രോസിറ്റീസ് നടക്കുന്ന, സ്ത്രീകൾക്കെതിരെ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഗാർഹിക പീഡനം നടക്കുന്ന രാജ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഫിൻലാൻഡ്. ഇത്തരം ക്രൂരകൃത്യങ്ങൾ നടക്കുന്ന കണക്കുകളൊന്നും മറന്നുകൊണ്ട് കേവലം ഹാപ്പിനെസ് ഇൻഡെക്സും സന്തോഷത്തിന്റെ പട്ടികകളെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതാണ് നന്മയും തിന്മയും ആധാരമാക്കാനുള്ളത് എന്നാണ് ഇത്തരം ആളുകൾ പറയുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മൾ ഇത്രയും നന്മയും തിന്മയും എല്ലാം എവിടെ നിന്ന് എടുക്കണമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നമ്മളെല്ലാ കാര്യത്തിലും, മെഡിക്കൽ സയൻസിന്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒക്കെ നമ്മൾ എവിടെ നിന്നുള്ള ആശയങ്ങൾ എടുക്കുന്നത്? പുറത്തുനിന്ന് പാശ്ചാത്യ സംസ്കാരത്തിന്റെ എടുക്കുന്നത് അല്ലേ കൂടുതൽ, അല്ലെ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളുടെ. അവിടെ എന്താണോ വൃദ്ധരുടെ കാര്യത്തിൽ സംഭവിച്ചത് അത് ഇവിടെ തന്നെ സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ ഇവിടെ മാത്രമായിട്ട് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇപ്പോഴും ഏതോ സ്വപ്നലോകത്ത് ജീവിക്കുന്നവരൊക്കെ ഇത്തരം കാര്യങ്ങളെ എതിർത്തോണ്ട് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് പണ്ടന്മാരാണെന്ന്. അങ്ങനത്തെ കമ്മ്യൂണിറ്റി വരുന്നത് ആക്ച്വലി എന്താണ് അദ്ദേഹം ഈ ചോദ്യം ഇതിന് മറുപടി പറയുന്നത്, നാട്ടിൽ കെയർ ഹോമുകൾ, വൃദ്ധസദനങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയുകയാണ്, നമ്മൾ ഇത്തരം മാതൃകകളെല്ലാം എടുക്കുന്നത് എവിടെ നിന്നാണ്? യൂറോപ്പിൽ നിന്നാണ് എന്നാണ്. യൂറോ സെൻട്രിസം എന്നാണ് നമ്മൾ അതിന് പറയാ. യൂറോപ്പ് നോക്കികൾ എന്തിനും ഏതിനും പാശ്ചാത്യരെ നോക്കിക്കൊണ്ട്, പാശ്ചാത്യരുടെ അടിമകളായിക്കൊണ്ട് സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷമായി എന്ന് പറയുമ്പോഴും ഇന്നും ആശയ അടിമത്തം വീണ്ടും അടിയറവ് പറയുന്ന ചില വ്യക്തികൾ. ഇന്നും യൂറോപ്പിനെയാണ് ഇവർ മാതൃകയായി മുന്നോട്ട് വെക്കുന്നത്. അടിസ്ഥാന ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സോഷ്യോളജിയുടെ ഒരു ബേസ് പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോഡേണിറ്റിയെ കുറിച്ച് പറയുന്ന 3 തിയറികൾ സോഷ്യോളജിയിലുണ്ട്. മോഡേണൈസേഷൻ എന്ന് പറയുന്ന ആധുനികവൽക്കരണം എന്ന 1, ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയുന്ന 2, 3 വേൾഡ് സിസ്റ്റം തിയറി എന്ന് നമ്മൾ പറയും. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാശ്ചാത്യ ലോകവും വികസിത രാജ്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മൂന്നാംകിട രാജ്യങ്ങളെയെല്ലാം പുരോഗമിപ്പിക്കേണ്ടത് എന്ന പാശ്ചാത്യരുടെ വാദമാണ് ഒന്നാമത്തെ വാദം. അതാണ് ഈ വാദം. എന്തിനും ഏതിനും പാശ്ചാത്യരെ നോക്കി നടക്കുക. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞൊരു സംസാരത്തിൽ കടന്നു വന്ന ഒരു കണക്കുണ്ട്. ഇസ്ലാം ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്ന് പറയുമ്പോൾ ഫ്രാൻസിൽ എനിക്കുണ്ടായൊരു അനുഭവമുണ്ട്.
പാരീസിന്റെ തെരുവീതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയായ ഗ്രാൻഡ് മോസ്ക് പാഹി എന്ന പള്ളിയിൽ 2 തവണ ജുമുഅ നടക്കുന്ന, സ്ട്രീറ്റുകളിലടക്കം ആളുകൾ ഒഴുകി നടക്കുന്ന, ഓരോ ദിവസവും ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന പുതിയ യൂറോപ്പിനെ കുറിച്ച് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത്? 50 or 60 വർഷങ്ങൾക്ക് മുൻപ് അത്തരം നാടുകളിൽ കടന്നു വന്നിട്ടുള്ള ലൈംഗിക വിപ്ലവം ഇന്ന് 60 വർഷങ്ങൾക്ക് ശേഷം അത്തരം ആളുകൾ തിരിഞ്ഞു നടക്കുന്ന സാഹചര്യത്തിൽ അത് നമ്മുടെ നാട്ടിൽ വേണമെന്ന് പ്രഘോഷിക്കാൻ യൂറോപ്പ് നോക്കികളായിക്കൊണ്ട് യൂറോപ്പിനെ മാതൃകയാക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനിയോ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായി അദ്ദേഹം വെക്കുന്ന ഒരു നിബന്ധനയുണ്ട്. ആ നിബന്ധന കൂടി നമ്മളൊന്ന് കേൾക്കണം. എനിക്ക് തോന്നുന്ന സന്തോഷേട്ടാ, അത് നമ്മൾ ലീഗലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഈ നാട്ടിൽ അതുകൊണ്ടാണ് കുഞ്ഞു കുട്ടികളെ ഇപ്പൊ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ. ഒരു മനുഷ്യന് ഇപ്പൊ ഇതിനകത്തെ പ്രശ്നം എവിടെയാണ്? ലോകത്ത് ഏത് കാര്യവും ഇപ്പോൾ 2 വ്യക്തികൾ, ഒരു പുരുഷനും സ്ത്രീയും, അവർക്ക് 2 പേർക്കും എഗ്രിയബിൾ ആണെങ്കിൽ ഏത് കാര്യത്തിനും ലോകത്ത്, ഇനി പുരുഷനും സ്ത്രീ അല്ല, ഒരു പുരുഷനും ആയിക്കോട്ടെ, ഒരു സ്ത്രീ ആയിക്കോട്ടെ, ഏത് കാര്യമാകട്ടെ, അവർക്ക് 2 പേർക്കും എഗ്രിയബിൾ ആയ കാര്യങ്ങൾ സമൂഹത്തിന് വേറൊരു ദോഷവും ഇല്ലാത്തതാണെങ്കിൽ ചെയ്യുന്നതിന് ആർക്ക് തടസ്സം നിൽക്കാൻ പറ്റും? അല്ലെങ്കിൽ ഒരു സെക്സിന് താല്പര്യമുള്ള 2 പേര് തമ്മിൽ ലോകത്ത് ആർക്കും അതിൻ്റെ പേര് ദ്രോഹം ഉണ്ടാവരുത് എന്നുള്ളത് ഇതിനകത്തൊരു കണ്ടീഷൻ. ഇപ്പം ഇതിനകത്തെ പ്രശ്നം എവിടെയാണ് വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നിയമങ്ങളെക്കുറിച്ച് ഞാനിപ്പോഴും പറയുന്നൊരു കാര്യം ഇതാണ്. നിയമങ്ങൾ എന്തിനുള്ളതായിരിക്കണം? സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർക്ക് ആ പ്രവൃത്തി കൊണ്ട് ദോഷം ഉണ്ടാകരുത്. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ, ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്, അവരെയൊക്കെ അത് ദോഷമായിട്ട് ബാധിക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. എന്താണ് എൻ്റെ സ്വാതന്ത്ര്യം നിന്റെ മൂക്കിൻ തുമ്പ് വരെ? ഇതാണ് ഇപ്പൊ പുതിയൊരു വാദം. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്നതാണ് പുതിയ വർത്തമാനം. നമ്മുടെ കുട്ടികളോട് ഒരു ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന മറുപടി, ഉപ്പാക്കും ഉമ്മാക്കും എന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം എന്താണ്? അത് എൻ്റെ ജീവിതമല്ലേ എന്നാണ്. എവിടെ നിന്നാണ് നമ്മുടെ മക്കൾക്ക് ഇത്തരം ആശയങ്ങൾ ലഭിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ ബ്ലണ്ടറുകൾ, മണ്ടത്തരങ്ങൾ അഭിമാനത്തോടെ വിശദീകരിക്കുന്ന, വിളിച്ചു പറയുന്ന ഇത്തരം ആളുകൾ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിൽ ഇഞ്ചക്ട് ചെയ്യുന്ന വാദമാണ് ഇത്തരം വാദങ്ങൾ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഹാം പ്രിൻസിപ്പിൾ എന്നാണ് നമ്മൾ അക്കാദമികമായി പറയാറുള്ളത്. ഇതിന് സാമൂഹികപരമായി മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത എന്തും ശരിയാണ് എന്നാണ് ഇത്തരം ആളുകളുടെ വാദം. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഏതൊരു കാര്യത്തിൻ്റെയും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്നത് ഉടനെ ഉണ്ടാവുന്ന ഒന്നല്ല. അതാണ് പലപ്പോഴും നമ്മുടെ മക്കൾ ചോദിക്കില്ലേ, എന്താ ഞാനിങ്ങനെ ചെയ്താൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് ചോദിക്കുമല്ലോ. ഇവരൊക്കെ വിചാരിച്ചു വെച്ചിട്ടുള്ളത് ഒരു തിന്മയുണ്ട് ചെയ്തു കഴിഞ്ഞാൽ നാളെ ആകാശം ഇടിഞ്ഞു വീഴുന്നതാണ്. ഒരു തിന്മയാണെന്ന് മനസ്സിലാക്കാൻ ആകാശം ഇടിഞ്ഞു വീഴേണ്ട ആവശ്യമില്ല. തിന്മകളും നന്മകളും സബ്ജക്റ്റീവാണ് എന്ന് പറഞ്ഞ് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞ് വാദഗതികളുമായി മുന്നോട്ട് വരുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ ഓരോ വ്യക്തിയും തങ്ങൾക്ക് ഇഷ്ടപ്രകാരമുള്ള നന്മകളും തിന്മകളും വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന 1000 ലിബറലുകൾ ഉണ്ടെങ്കിൽ 1000 ലിബറൽ ആശയങ്ങളും ഉണ്ടാവും. ഓരോ വ്യക്തിക്കും ഓരോ നന്മയും തിന്മയും ഉണ്ടാവുമെന്നാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടി നമ്മളൊന്ന് കേൾക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇനി എനിക്ക് വിവാഹം കഴിക്കുക എന്ന ഒരു കാര്യം താല്പര്യമില്ലെന്നിരിക്കട്ടെ. എനിക്കൊരു ഭാര്യയെ കൂടെ കൊണ്ടു നടക്കാനോ പോറ്റാനോ ഉള്ള ഒരു ചുറ്റുപാടില്ല. ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ല. പക്ഷെ എനിക്ക് സെക്സ് ആവശ്യമായിട്ടും വരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പറയും? ശരിയാണ്. അതിന് ഒരു സാഹചര്യം സൊല്യൂഷൻ ഫോർ ദാറ്റ് വേണ്ടേ? എനിക്ക് വിവാഹം കഴിക്കാനോ ഒരു ഭാര്യയെ പോറ്റാനോ, എനിക്കൊരു ഭാര്യയെ പെണ്ണ് തരാനോ ഒരാളില്ലെന്ന് വിചാരിക്കും. എന്റെ ചില പ്രത്യേക സ്വഭാവം ഉണ്ടാവാം, എന്റെ ചില പ്രത്യേക ശാരീരിക പ്രത്യേകത ഉണ്ടാവാം, ചില എന്ത് കാരണമാട്ടെ, എന്റെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടാവാം എനിക്ക് ഒരു ഭാര്യയെ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ, എനിക്കൊരു ഭാര്യയെ ജീവിതകാലം മുഴുവൻ പോറ്റാൻ താല്പര്യമില്ലെങ്കിൽ, there should be a solution for that. അല്ലേ? അതിനൊരു പരിഹാരം വേണമെന്നാണ്. എന്തിനാണ് പരിഹാരം വേണ്ടത്? എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം വേണമെന്നാണ്. അവിഹിത ബന്ധങ്ങളെ പോലും, പരസ്യമായി വ്യഭിചാരത്തെ പോലും ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് ഇത്തരം ആളുകൾ നമ്മുടെ സ്വീകരണ മുറിയിൽ വരെ എത്തിയിട്ടുണ്ട് എന്നത് ലജ്ജാവഹമാണ് എന്ന് മാത്രമല്ല, സമൂഹം ഇത് എല്ലാവരും ചേർന്നതുകൊണ്ട് പ്രതിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല, കേരളത്തിൽ ടൂറിസം വർദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരള പ്ലാനിംഗ് ബോർഡിൽ അംഗമായിരുന്ന ഇതേ വ്യക്തി തന്നെ പറഞ്ഞത് കേരളത്തിൽ ടൂറിസം വർദ്ധിക്കണമെങ്കിൽ കേരളത്തിൽ നൈറ്റ് ലൈഫ് വേണമെന്നാണ്. നൈറ്റ് ലൈഫ് മാത്രം പോരാ, വിദേശികൾ വരുമ്പോൾ അവർക്ക് ലൈംഗിക ആസ്വാദനത്തിനുള്ള സൗകര്യം കൂടി ഇവിടെ വേണമെന്നാണ്. ഇതൊന്നും പറഞ്ഞത് നിങ്ങൾക്കാർക്കും അറിയാത്തൊരു വ്യക്തിയല്ല, മറിച്ച് നമ്മളെല്ലാം, നമ്മുടെ മക്കളെല്ലാം നിരന്തരം കേൾക്കുന്ന, കാണുന്ന വ്യക്തികളിൽ നിന്നുമാണ് ഇത് വരുന്നത് എന്നത് നമ്മൾ ഏറെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഏതായാലും മുന്നോട്ട് പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലെ വാദഗതികളുമായി മുന്നോട്ട് വരുമ്പോൾ
ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഇത്തരം ആളുകളുടെ പിന്നാലെ പോകുന്ന നമ്മുടെ മക്കൾ പലപ്പോഴും ക്യാമ്പസ് ഇടങ്ങളിൽ തെറ്റായ ബന്ധങ്ങളിലേക്ക്, അവിഹിതങ്ങളിലേക്ക്, ലഹരിയിലേക്ക് കൂപ്പുക്കുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, മരീചിക തേടി, ദാഹം ശമിപ്പിക്കാൻ മരീചിക തേടി പോകുന്ന ഒരു ഒട്ടകത്തെ പോലെയാണ് നിങ്ങൾ. ഒരിക്കലും നിങ്ങൾക്ക് കണ്ടു കിട്ടാൻ സാധിക്കാത്ത സമാധാനം, ഇത്തരം ആളുകൾ സമാധാനമാണ് എന്നും ആസ്വാദനമാണ് എന്നും പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന ഇത്തരം ഒരു കാര്യവും മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം നൽകുകയില്ല എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. നാം ഇത്തരം അപകടങ്ങളെ തിരിച്ചറിഞ്ഞേ മതിയാവുകയുള്ളൂ. യാതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റും ഇല്ലാത്ത, ഒരു സാമൂഹിക പ്രതിബദ്ധതയും ഇല്ലാത്ത, ഒരു പേഴ്സണൽ എത്തിക്സ് എന്ന വ്യക്തിപരമായ ഒരു എത്തിക്സും ഇല്ലാത്ത, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൺസേൺ എന്ന ഇത്തരം ആളുകൾ പറയുന്നത്, നമ്മുടെ മക്കൾ ഇന്ന് കേൾക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത്, രാഷ്ട്രീയം നമുക്ക് എന്തിനാണ്, പുതുതലമുറ അടിച്ചു പൊളിക്കട്ടെ, അവർ വൈബിന്റെ ആളുകളാണ് എന്നാണ്. നിലവിൽ ഫാഷിസം അതിന്റെ സർവ്വതാണ്ഡവം ആടുന്ന സമയത്താണ് ഇത്തരം വാദഗതികൾ പറയുന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ഇത്തരത്തിൽ മതത്തിലേക്ക് ഇരച്ചു കയറുന്ന ലിബറലിസത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മാത്രമല്ല, ഇത്തരം ആളുകൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുതലാളിത്തത്തിന്റെ കൂട്ടിക്കൊടുപ്പുകാരാണ് ഇവരെന്ന് നമുക്ക് പറയാൻ സാധിക്കും. LGBT മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞ് മലപ്പുറത്ത് പോലും നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ആളുകൾ മാർച്ചുകൾ നടത്തി. ഫാമിലി ഡിസ്ട്രക്ഷൻ അഥവാ കുടുംബ സംവിധാനം നിലനിൽക്കുന്നതിനെ ഇവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറസ്പോൺസിബിൾ റിലേഷൻസ്, ലിവിംഗ് ടുഗദറുകൾ, കൊഹാബിറ്റേഷൻസ്. ക്യാമ്പസുകളിൽ പോകുന്ന മക്കൾ അവിഹിതമായ ലൈംഗികമായ കൂട്ടുകെട്ടുകളിൽ പെട്ടാൽ അതെല്ലാം ലവ് ആണെന്ന് പറയുന്ന, അത് സ്നേഹം മാത്രമാണ് എന്ന് പറയുന്ന വാദഗതികൾ മുന്നോട്ട് വെക്കുന്ന, പ്ലഷർ എബവ് ഓൾ, എല്ലാവർക്കും സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ അതാണ് സമൂഹത്തിൽ വേണ്ടത് എന്ന് പറയുന്ന ആവശ്യത്തിലേക്ക് ഇത്തരം ആളുകൾ വരുന്നു. ഇവിടെ ലജ്ജ നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെ നമ്മൾ കൃത്യമായും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. മാത്രമല്ല, നമ്മുടെ മക്കളിൽ ഇടപെടുന്ന ക്യാമ്പസ് ഇടങ്ങളിൽ ഇതിന് മറ്റൊരു രൂപമുണ്ട്. ചില ക്ലിപ്പുകൾ നിങ്ങൾ കാണണം. സെലിബ്രേഷൻസ് എന്ന പേരിൽ നമ്മുടെ മക്കളുടെ മുമ്പിൽ ഇന്ന് നമ്മുടെ മക്കൾ ക്യാമ്പസ് ഇടങ്ങളിൽ പോകുമ്പോൾ അവർ കാണുന്ന ആഘോഷങ്ങളുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള ട്രെൻഡുകളാണ് ഇന്ന് നമ്മുടെ മക്കളുടെ സോഷ്യൽ മീഡിയയിലുള്ളത്. അവർ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം ഈ മാതാപിതാക്കളൊന്ന് തുറന്നു നോക്കിയാൽ അവർ കാണുന്നത് ഇത്തരത്തിലുള്ള പാട്ടും മേളവും, എന്തിനും ഏതിനും ആഘോഷങ്ങൾ കാണിക്കുന്ന ഒരു കല്യാണ വേദിയിൽ പോലും ഇന്ന് പാട്ടിന്റെ അകമ്പടിയില്ലാതെ, ആഘോഷത്വരയില്ലാതെ, ആസ്വാദനമില്ല എന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതും ലിബറലിസത്തിന്റെ കടകോരമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ സാമൂഹികമായി നാം പാലിച്ചു വന്നിരുന്ന ചില മര്യാദകളുണ്ട്. ആ മര്യാദകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഫാഷന്റെ പിന്നാലെ പോകുന്നൊരു വിഭാഗം. ഫാഷൻ എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ യൂറോപ്പിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ കുറച്ചു കാലമായി കിഴക്കനേഷ്യൻ രാജ്യങ്ങളായ കൊറിയയിൽ നിന്നുമാണ് നമ്മുടെ മക്കൾക്ക് ട്രെൻഡുകൾ കിട്ടുന്നത്. BTS ആർമി എന്നും K-pop എന്നും എല്ലാം പറഞ്ഞ് നമ്മുടെ മക്കൾ അടിമപ്പെടുന്ന ഫാൻഡം എന്ന് പറയുന്ന ആരാധനകൾ, ആ ആരാധനാ പാത്രങ്ങൾ ആരാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അത്തരം ട്രെൻഡുകളുടെ പിന്നാലെ പോയാലുള്ള അപകടം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ സൂചിപ്പിക്കാനുള്ളത്. ലിബറൽ ലോജിക് എന്ന് പറയുന്നത്, ഇതിന് പിന്നിലെല്ലാമുള്ള ലിബറലിസത്തിന്റെ യുക്തി എന്നത് ജെനുവിൻ ഇഷ്യൂസ്, ഫോൾസ് ഡയഗ്നോസിസ്, ഡിസ്ട്രക്റ്റീവ് സൊല്യൂഷൻസ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, കല്യാണത്തിന് ശേഷം വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ട്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചു ചേരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അംഗീകരിക്കുന്നു. ജെനുവിൻ ഇഷ്യൂസ്. ഫോൾസ് ഡയഗ്നോസിസ് എന്താണ്? വിവാഹം തന്നെ പ്രശ്നമാണ്, അതാണ് ഡയഗ്നോസിസ്. ഡിസ്ട്രക്റ്റീവ് സൊല്യൂഷൻ എന്താണ്? വിവാഹം കഴിക്കാതിരിക്കുക. ഇതാണ് പുതിയ സൊല്യൂഷൻ. ഇതാണ് ലിബറൽ ലോജിക്. എളുപ്പത്തിൽ പറഞ്ഞാൽ ഇത്തരം ലോജിക്കുമായിട്ടാണ് നമ്മുടെ മക്കളുടെ മുമ്പിൽ ഇത്തരം ആളുകൾ എത്തുന്നത്. ഇത്തരം ആളുകളാണ് ശാസ്ത്രവാദികൾ എന്ന് പറഞ്ഞ്, ഞങ്ങളാണ് ശാസ്ത്രത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നതെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇനിയും കുടുംബങ്ങൾ ശിഥിലമാകരുത് എന്നും യുവാക്കൾ മയക്കുമരുന്നിന് അടിമപ്പെടരുത് എന്നും പരസ്യമായി വ്യഭിചാരം കൊണ്ട് തെരുവുകൾ വികൃതമാക്കപ്പെടരുത് എന്നും കുട്ടികൾ അഡിക്ഷനുകളിലേക്ക് കൂപ്പുകുത്തരുത് എന്നും മുതലാളിത്തത്തിന്റെ അടിമകളായി ഭൗതിക സുഖങ്ങൾ വാരിക്കൂട്ടൽ മാത്രം ജീവന ലക്ഷ്യമായി ഒരു തലമുറ മാറരുത് എന്നും കോളേജിലേക്ക് കയറി ചെന്ന് വിദ്യാർത്ഥികൾ അക്ഷരം നുകരേണ്ടതിന് പകരം പരസ്പരം ഗണ്ണുകൾ കൊണ്ട് വെടിവെക്കുന്ന കാഴ്ച കാണരുത് എന്നും ആത്മഹത്യകളാൽ പത്രമാധ്യമങ്ങൾ നിറയുന്നത് നിൽക്കണമെന്നും അശ്ലീലങ്ങൾക്ക് ലൈക്കടിച്ച് ഫാൻസ് ആണ് എന്ന് വിളിച്ചു പറയുന്ന കുരുന്നുകൾ ഉണ്ടാവരുത് എന്നും ദുശ്ചെയ്തികൾ കൊണ്ട് വരുത്തി വെക്കുന്ന പകർച്ചകൾ രാശിക്ക് ഭീഷണിയാവരുത് എന്നും നന്മകൾ ചെയ്യാൻ മത്സരിക്കുന്ന, തിന്മകൾക്കെതിരെ നോ പറയുന്ന പുതുതലമുറയെ നിങ്ങൾക്ക് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയാൻ സാധിക്കണം, നന്മ ഇതാണ്, തിന്മ ഇതാണ് എന്ന്. وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. ഹക്ക് വന്നു, സത്യം വന്നു, തിന്മകൾ മറഞ്ഞു പോയി, മാഞ്ഞു പോയി. ഇന്നൽ ബാത്തില കാന സഹൂഖ, തീർച്ചയായും
തിന്മകൾ എന്നുള്ളത് അത് മറഞ്ഞു പോകാനുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ കുൻതും ഖൈറു ഉമ്മ, നിങ്ങൾ ഒരു ഖൈറു ഉമ്മയാണ്. നിങ്ങൾ ഈ സമൂഹത്തിനിടയിൽ യഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നന്മകൾ കൽപ്പിക്കുകയും തിന്മകൾ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമുദായമായി മാറണമെന്നുമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ധാർമ്മികമായ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ പോരാടുന്ന ഇത്തരം സംരംഭങ്ങളിൽ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേരണമെന്നും ഇത്തരം ജനകീയ വിചാരണകൾ, അതിനെ ജനകീയ വിചാരണ എന്ന് നാമവൽക്കരിക്കാനുള്ള കാരണം പോലും ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല എന്നതും ഇത് മനുഷ്യനിടപെടുന്ന ഏതൊരു മേഖലയുടെ പ്രശ്നമല്ല എന്നും ഇത് ജനകീയമായ ഈ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കരുതിയിരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. അള്ളാഹു അത്തരത്തിൽ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വൽ ജമീഅൽ മുഅ്മിനീന അസ്തഗ്ഫിറുഹു വഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.